നമ്മളിപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് ഒരുപാട് നേരമായി ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് അങ്കിളുമാർ പറഞ്ഞു ആൾക്ക് വയ്യാണ്ട് കിഡ്നി സ്റ്റോൺ ആയിട്ട് അഡ്മിറ്റഡ് ആയിരുന്നു അമൃതയിൽ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വരാത്തത്. ഇന്നലെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും കാണാത്തതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു ആളെ കാണാൻ വേണ്ടി. ഒരുപാട് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ട് നമുക്ക് പരിചയമുള്ളതായിരുന്നു. പക്ഷെ ആളെ നേരിട്ട് കാണാൻ പറ്റിയില്ല. എന്തായാലും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ആൾക്ക് ചിലപ്പോൾ ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ശരിയാവുമായിരിക്കും. അപ്പം ആളെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം എടുത്തിട്ട് പിന്നീട് അതിൻ്റെ ബാക്കി ഭാഗം എടുക്കാനായിട്ട് ഇത്രയും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾക്ക് വേണ്ടി ഒരു കുറച്ച് ദിവസങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ആളെ കാണിച്ചു തരും, അത് എത്ര ദിവസം എടുത്തിട്ടാണെങ്കിലും. ഓക്കെ, അങ്ങനെ കുറച്ച് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പിന്നെയും ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ട്. ആരെ കാണാൻ? പൈമ, ആ അങ്കിളിനെ കാണാൻ വേണ്ടി വന്നതാണ്. ആ അങ്കിള് ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ പട്ടികൾക്കും കാക്കകൾക്കും ഒക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. വിസിലടിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ഓടി വരും ആളുടെ അടുത്തേക്ക്. ചോറും ബിസ്ക്കറ്റും ഒക്കെ ആൾ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. ആ ഒരു പുൽമുട്ടിലാണ് ആൾ വന്നിട്ട് ഫുഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ നേരത്തെ ആളെ കാണാനായിട്ട് വന്നിട്ട് ആളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്തിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ആളെ കാണാൻ പോവാണ്, ആളോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോവാണ്. പോയാലോ? അപ്പോൾ നമുക്ക് ആളെ കണ്ടുകിട്ടിയിട്ടുണ്ട്. അങ്കിളെ നമസ്കാരം. നമസ്കാരം. കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ? ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ 365 ദിവസത്തിൽ 362 വന്നിരിക്കും. അങ്ങനെയാണ് എൻ്റെ പ്രവൃത്തി കൊല്ലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ചെറിയ പ്രശ്നം, കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ അമൃതയിൽ അഡ്മിറ്റ് ആവേണ്ടി വന്ന അതിൻ്റെ ചെറിയ ഓപ്പറേഷൻ കാര്യമായിട്ട് കുറേ ദിവസം വരാൻ പറ്റിയില്ല. എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് വീണ്ടും ഇന്നത്തെ ദിവസത്തേക്ക് വന്നിരിക്കും. നമ്മള് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്കിളിനെ കാണാൻ വേണ്ടി. അപ്പോൾ നമ്പറൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകളോടാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ അങ്കിൾ എല്ലാ ദിവസം വരുന്നതാണ്. ഇന്ന് എന്തോ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുതൽ ഞങ്ങൾക്ക് അങ്കിളിനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അപ്പോഴാണ് നമ്പർ മേടിച്ച് കോൺടാക്ട് ചെയ്തപ്പോഴാണ് അങ്കിളിന് വയ്യാത്തൊരു വിവരം നമ്മൾ അറിയുണ്ടായത്. എത്ര വർഷമായി അങ്കിൾ ഈ ഒരു പട്ടികൾക്കും കാക്കകൾക്കും ഒക്കെ ഈ തീറ്റ കൊടുക്കൽ തുടങ്ങിയിട്ട്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. അത് കൊറോണ കാലത്ത് ഇവിടെ വരാൻ പാടില്ലെങ്കിലും പോലീസിൻ്റെ സാങ്ഷൻ മേടിച്ച് അവരായിട്ട് വാക്കാൽ സഹകരിച്ചിട്ട് അപ്പോൾ എങ്ങനെ വരും ചേട്ടാ, എല്ലായിടത്തും വെയിൽ കെട്ടി വെച്ച് ബന്ധോബസ്തല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വന്നിട്ട് പോകാൻ നേരത്ത് അതുപോലെയൊക്കെ ശരിയാക്കി പോകുന്നുള്ളൂ. അപ്പോൾ നാട്ടുകാരും ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒച്ചെടുത്തെങ്കിലും ഞാൻ പറഞ്ഞൊരു സാങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. പോലീസിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും ഇവിടെ വരുന്നവരുടെ എല്ലാം മാനസികമായിട്ടും എനിക്കൊരു സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നടന്നു പോയെന്ന് മാത്രമേ ഉള്ളൂ. പ്രായത്തിനനുസരിച്ചല്ല, അങ്ങനെ ഇവിടെ വരുമ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നുന്നു. അവർ കാക്കയും പട്ടിയും പൂച്ചയും മനുഷ്യരും പ്രകൃതിയെല്ലാം എനിക്ക് അനുകൂലമായിട്ട് വന്നതിൻ്റെ പേരിൽ അങ്ങനെ മുന്നോട്ട് പോയിട്ട് ഇത്രയും നാളായി. ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം അസുഖം വന്നു കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്കും ഒരു വിഷമമായി. അപ്പോൾ ചിലർ പറഞ്ഞ് കടപ്പുറത്ത് പോയി കളിയും തെരയിലും അതിലും ഇതൊക്കെ ഭയങ്കര നമ്പറാണ് കാണിക്കുന്നത്. അവർക്ക് ഭയമായി. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ നിയന്ത്രണത്തിലായിപ്പോയി ഞാൻ. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുമ്പോഴേക്കും മന്ത്രങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കണ്ടു. എന്തൊക്കെയാ ചെയ്യാറ് ഇവിടെ വന്നിട്ട് ഈ തീറ്റ കൊടുക്കുന്ന സമയത്ത്? അത് സർവ്വജീവജാലങ്ങൾക്കും ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ ഉണ്ട്. പക്ഷിമൃഗാദികൾക്കും സസ്യങ്ങൾക്കും എല്ലാവർക്കും. അപ്പം അതിൻ്റെ അനുസരിച്ച് എല്ലാവർക്കും നന്മകളായിട്ട് അവർക്ക് ഭക്ഷണം സസ്യങ്ങൾക്കാണെങ്കിലും കിട്ടി അവരുടെ ജീവിതം മരണം വരെ അങ്ങനെ പോകാനുള്ള ഒരു സാഹചര്യം പ്രകൃതി തരണം എന്നുള്ളൊരു പ്രാർത്ഥന. അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് നിന്നപ്പോൾ. അപ്പോൾ എന്തായിരുന്നു, ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നോ? എങ്ങനെയായിരുന്നു ആ ഒരു സമയമൊക്കെ? ഡെയിലി റുട്ടീൻ ആയിരുന്നല്ലോ. മരുന്നിൻ്റെ എഫക്റ്റ് ഉള്ളത് കൊണ്ട് വീക്കായതുകൊണ്ട് അങ്ങനെ ആദ്യം തോന്നിയിരുന്നില്ല. പിന്നെ കുറച്ച് ഇമ്പ്രൂവ് ആയി. അമൃതയിലെ ട്രീറ്റ്മെൻറ്റ് നല്ല സൂപ്പർ ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. അപ്പോൾ അത് ഇമ്പ്രൂവ് ആയി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തോന്നി ആ റുട്ടീൻ പോയാൽ എൻ്റെ ആരോഗ്യത്തിനൊരു പവർ കിട്ടുള്ളൂ. എനിക്ക് ആളുകളായിട്ടും ഇവരൊക്കെ ആയിട്ട് സല്ലപിച്ച് കഴിഞ്ഞാൽ ഒരു പവർ കിട്ടുള്ളൂ എന്ന് വീട്ടുകാരോട് അനുവാദം പറഞ്ഞ് വീട്ടുകാരത്തെയാണ് ചോറുണ്ടാക്കി കൊടുക്കുന്നത്. അതനുസരിച്ച് ഇന്നത്തേക്ക് പോയിട്ട് വാ, നിങ്ങളും വരുമല്ലോ, അപ്പോൾ അവർക്കൊരു ഇതാവട്ടെ എന്ന് പറഞ്ഞ് വിട്ടതാണ്. അപ്പോൾ വരാതിരുന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി വീക്കാവും. അതാണ് എൻ്റെ അവസ്ഥ. പക്ഷേ അവർ പറയുന്നത് ന്യായമാണ്. ഒരു കേക്ക് മുറിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളോട് വരും. സുഖമില്ലാതെ വന്നാൽ ചില പൈസ സഹായിക്കും അല്ലെങ്കിൽ വന്ന് കാണും. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് കൈകാര്യം ചെയ്യാൻ ആളുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ചാൽ നല്ലതെന്ന് പറയും. അപ്പോൾ പ്രായം ഇത്രയായില്ലേ എന്നൊക്കെ പറഞ്ഞ ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പോകണം, നോക്കാം. ഇപ്പൊ ഇത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? അതായത് ഇവരെയും കൂടെ ചേർത്ത് പിടിക്കണം, പട്ടികളെ ആണെങ്കിലും പൂച്ചകളെ ആണെങ്കിലും കാക്കകളെയൊക്കെ ആണെങ്കിലും ഇവരെയൊക്കെ ചേർത്ത് പിടിക്കണം എന്ന് തോന്നിയത് എപ്പോഴാണ്? ഞാനത്
മുമ്പ് റോഡുകളിൽ നടക്കുമായിരുന്നു പല പല വഴിക്ക്. പിന്നെയാണ് ഒരാൾ എന്നോട് പറഞ്ഞു ആ ബീച്ചിൽ പോകുന്നുണ്ടായുള്ള ബൈക്കിൽ എന്നെ കൊണ്ടുവന്ന് പിന്നെ അങ്ങനെ നടപ്പായിരുന്നു. ഇവിടെ നടന്ന് വന്ന് കണ്ടിട്ടൊക്കെ പോകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പട്ടികളൊക്കെ അലഞ്ഞ് നടക്കണം, കാക്കകളും ഒക്കെ കണ്ട്. അപ്പോൾ എനിക്ക് മനസ്സ് തോന്നി ഈ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കുന്നുണ്ട്, എന്നാൽ ഒരു പിടി ചോറൊന്നും അവർ കൊടുക്കില്ല. എപ്പോഴും പറയും മീൻ കിട്ടണില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാനൊരു ദിവസം അവരോട് ചോദിച്ചു, നിങ്ങൾ ഉണ്ട ചോറിൻ്റെ കയ്യൊന്ന് കുടഞ്ഞെങ്കിൽ 10 മണിയരി മീനിന് കിട്ടും, അതുപോലും കൊടുക്കാറില്ല എന്നൊക്കെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പിടി ചോറോ എന്തെങ്കിലും കൊണ്ട് അവർക്കും കൊടുക്കാമെന്ന് കൊണ്ട് അങ്ങനെ കൊടുത്ത് അവർ ഭയങ്കരമായിട്ട് സ്നേഹമായി പോയി. എൻ്റെ കണ്ണിൽ വളരെ ദുഃഖിതരാണ്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ എല്ലാം കൂടി ഓടിച്ചാടി വന്നാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. അവരുടെയൊക്കെ പ്രാർത്ഥന, എല്ലാവരുടെയും സഹകരണം. സാമ്പത്തികമായിട്ട് ആരുടെയും സഹായം മേടിച്ചിട്ടില്ല, മേടിക്കാൻ ഉദ്ദേശവുമില്ല. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ വെജിറ്റേറിയനാണ് കൊടുക്കുക. ഞാൻ പാലസോഡിൽ ലാസ്റ്റ് ഐസ്ക്രീം ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൂടെ ജയപ്രകാശ് വെങ്കടേശ്വർ പറഞ്ഞ അവരുടെ കടയിൽ 10-30 കൊല്ലം 10-22 കൊല്ലം ഞാൻ അവിടെയും ജോലി ചെയ്തുകൊണ്ട് ജോലിക്കാരനായിട്ടല്ല, ഒരു സഹകാരി എന്നുള്ള നിലയ്ക്ക് അവരെന്നെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അവരെ സന്തോഷമായിട്ടാണ് ഞാൻ പോകുന്നത്, ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ വെറുതെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ആളുകൾ പറയാറുണ്ടോ? അത് എപ്പോഴും ഈ പറഞ്ഞത് ശരിയാണ്. ഒരു 30% ആളുകളും മറ്റുള്ള രീതിയിൽ ചിന്തിക്കുള്ളൂ. ഇയാൾക്ക് വട്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. അത് എന്നെ സംബന്ധിച്ചോളം അത് അവരുടെ ഒരു ഭാഗമാണ്. അങ്ങനത്തെ ആളുകളും വേണം, എന്നാലേ നമുക്കൊരു എനർജി കിട്ടുള്ളൂ. കാരണം അവരുടേതായ മാന്തലും പിടിക്കലും ചെയ്ത് ചൊറിയണ പണിയാണ് അവർക്കറിയുള്ളൂ. നന്മ ചെയ്യാൻ അവർക്കൊന്നും അറിയില്ല. അത് അങ്ങനത്തെ ഒരു വിഭാഗം ഉണ്ടാവും. നമ്മൾ അവരെ എതിർക്കാൻ പോകില്ല, അവരോട് സ്നേഹത്തോടെ പറയും. കാണും, സ്നേഹിക്കും, ചിരിക്കും എല്ലാം ചെയ്യും. നമ്മളോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആരും. വലക്കാരാണെങ്കിലും നമ്മളോട് സഹകരണം. അവരെ വല കുളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ ഞാൻ ഇറങ്ങി അടിപ്പിടിക്കാറുണ്ട്. ആളുകൾ പോയിട്ടെങ്കിലും പല പ്രാവശ്യം പൊക്കിക്കൊണ്ടുവന്നുണ്ട്. അപ്പോൾ പോകാറുണ്ട്. വെള്ളത്തിലേക്കൊക്കെ അവിടെ പോയി ഇന്ന് പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ. വെള്ളത്തിൽ കിടക്കും, യോഗമായിട്ട് കിടക്കും, യോഗ ചെയ്യും. യോഗ കിടന്നിട്ട് ഉറങ്ങിപ്പോയിട്ട് ഒഴുക്കിൽ പോയിട്ടുണ്ട്. അതൊക്കെ സീനുണ്ട്. അങ്ങനെ ആളുകൾ ഓടി വിളിച്ചു പറഞ്ഞിട്ട് ഞെട്ടി നോക്കിയപ്പോഴാണ് പിടുത്തം കിട്ടാത്ത സ്ഥലത്ത്. പിന്നെ വേറെ ആൾ പറഞ്ഞു ആ സൈഡ് പിടിച്ച് തിരയുടെ അനുസരിച്ച് ക്രോസ് ചെയ്തിട്ട് കയറാൻ നോക്കുമ്പോൾ തെന്നി വീണ് പാവലുള്ളതുകൊണ്ട്. പിന്നെ അങ്ങനെ ഒരു പിടുത്തം കിട്ടി, വലിയ തിര വന്ന് വീണ്ടും വലിച്ചുകൊണ്ട് പിന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് വന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ചുഴിയിലൊക്കെ പെട്ടിട്ടുണ്ട്. ചുഴി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കാണാം നമുക്ക്. അവിടെ കണ്ട ആ ചുഴിയാണ് അവിടെ. അത് അങ്ങോട്ടുനിന്ന് വെള്ളം ഇങ്ങോട്ട് ഇവിടെ നിന്ന് 6 സൈസ് വെള്ളം കയറും അവിടെ. 6 സൈസ് വെള്ളം കയറും. 6 സൈസ് വെള്ളത്തിൽ കാല് വലിച്ച് കുനിയിൽ പോലെ പോകും. അപ്പോൾ ആ കാല് പൊക്കി കിട്ടിയാൽ നമുക്ക് തിരഞ്ഞു പോവാം. അങ്ങനെ കിട്ടൂല. ഒരു പ്രാവശ്യം ഒരാൾ വന്നിട്ട് തള്ളിയിട്ട് അതിൽ നിന്ന് വിട്ടാണ്. പക്ഷേ അയാളും വിട്ടുപോയിട്ടുണ്ട്, അയാൾ മാറി. പിന്നെ എൻ്റെ സർവ്വനാടിയും പോയിന്ന് കരുതി. വീണ്ടും അയാൾ വന്നിട്ട് ഒന്ന് തള്ളിയത് ആ കുനിയിൽ നിന്ന് മാറിയിട്ട് രക്ഷപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ശരീരത്തിൻ്റെ ഒരു വീക്ക്നെസ് വന്നുകൊണ്ട് വളരെ ശ്രദ്ധിച്ചേ പോകാൻ പറ്റുള്ളൂ. ഈ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ചെയ്യണ്ട, അല്ലെങ്കിൽ ഹെൽത്ത് നോക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ എന്നെ സംരക്ഷിക്കണ എൻ്റെ മോളും ഭാര്യയൊക്കെ ആണെങ്കിലും അനിയന്മാരാണെങ്കിലും അവർ പറഞ്ഞു ഇത്രയായില്ലേ, ഇനി അങ്ങനെ പോകണ്ട, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് നടന്നോ. ഇവിടെയൊക്കെ പോയി കഴിയുമ്പോൾ അച്ഛൻ ആവേശം കൊണ്ട് ചാടും, ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതായതുകൊണ്ട് മനസ്സ് അനുവദിക്കില്ല. അപ്പോൾ മനസ്സുകൊണ്ട് ചാടി പോകുമ്പോൾ ബുദ്ധിമുട്ടാവും. ഇത് ലാസ്റ്റാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് കുറേ ഉപദേശം സന്തോഷത്തോടെ അവരുടെ ആഗ്രഹവും സന്തോഷം കൊണ്ട് അവർ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല, കാരണം കൈയടിച്ചിട്ട് സമ്മതിപ്പിച്ചിരിക്കുന്നു. ആ ഒരു രീതി നിൽപ്പുണ്ട്. പക്ഷേ അതനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അത് ധിക്കരിച്ച് കഴിഞ്ഞാൽ എനിക്കാണ് ബുദ്ധിമുട്ട്. കർമ്മയിൽ വിശ്വാസമുണ്ടോ? കാരണം നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന പറയാം, നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഇതിൽ വിശ്വാസമുണ്ടോ? എന്തിനും വിശ്വാസവും ഇല്ല. സാധാരണ ഒരു നോർമൽ രീതിയാണ്. നമ്മൾ നന്മ ചെയ്തിട്ട് നമുക്ക് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലൊന്നും ചെയ്യാറില്ല. നമ്മളെ കൊണ്ട് പ്രകൃതി ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ ചെയ്യിക്കുന്നു. ഈ കറണ്ട് പോയാൽ എല്ലാം തീർന്നു, വെറുതെ വടിയായിട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ കറണ്ടുള്ള കാലത്ത് നമ്മൾ പ്രേരണ കൊണ്ട് മനസ്സുകൊണ്ട് തോന്നുന്നത് ഒരു സൗഹാർദ്ദമായിട്ട് വേറെ ആൾക്ക് ദോഷം വരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈരാഗ്യ ബുദ്ധിയിൽ ചെയ്യാതെ സ്നേഹത്തോടെ മനസ്സുകൊണ്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രം. ഇവിടെയുള്ള ആളുകളുടെ സഹകരണമൊക്കെ എങ്ങനെയാണ്? അവരെ മാനസികമായിട്ടും എന്തെങ്കിലും ചിരിച്ചും കളിച്ചും തീ അടിച്ചു വരണവർ വരെയും എൻ്റെ സഹകാരികളാണ്. അവർ വരും സന്തോഷമായിട്ട് ചിരിച്ചാൽ മതി, ആ ചിരി നമുക്കൊരു എനർജിയാണ്. അല്ല വേറെ സഹകരണമൊന്നും ഞാൻ പ്രതീക്ഷിക്കണമില്ല. തൽക്കാലം എന്നെ ആവശ്യമില്ലാത്ത നമ്മൾ വാരി കൂട്ടിയിട്ട് വേറെ ആൾക്ക് കിട്ടുന്ന അനുഭവം നമ്മൾ വാരിയെടുക്കാൻ പാടില്ല. ആരെങ്കിലും എന്തെങ്കിലും തന്നാൽ പോലും നമ്മൾ വേണ്ട ചേട്ടാ
കാര്യം അത് മടക്കിയിട്ടുള്ളൂ, മേടിക്കാറില്ല. രാവിലെ എത്ര മണിക്ക് വരും, എത്ര മണിക്ക് എഴുന്നേക്കും, ഡെയിലി റുട്ടീൻ ഒന്ന് പറയും? കാലിൽ എണീക്കും. ഞാനും ഭാര്യയും എണീച്ചിട്ട് അവർ കാലത്തെ അമ്പലങ്ങളിൽ പോകും. അമ്പലങ്ങളിൽ പോയിട്ട് 6 മണിക്ക് വീട്ടിലെത്തുമ്പോൾ ചായ റെഡിയായിരിക്കും. എൻ്റെ അടിച്ചു വാരി എല്ലാം ക്ലീനൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട കാലത്തെ ചെറിയ ജോലി അവരെ സഹായിക്കാനുള്ളത് ചെയ്തിട്ട് ഞാൻ 6 മണി 6:10 ചായ റെഡിയാക്കി ചായ കുടിച്ച് ഒരു 6:30 അവിടെ നിന്ന് വിട്ടാൽ മുമ്പ് 5:05 വന്നു. 6:30 വന്നു കഴിഞ്ഞാൽ ഒരു 8 മണി വരെ ഈ പരിസരത്തുണ്ടാവും. ഒരു അരമണിക്കൂർ ജിമ്മിൻ്റെ അവിടെ, അരമണിക്കൂർ ഇവിടെ, അരമണിക്കൂർ വെള്ളത്തിൽ, അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ദിനചര്യ കൃത്യമായിട്ട് വലിയ രോഗങ്ങളൊന്നുമില്ല, ഗുളികളൊന്നുമില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവം സഹായിച്ച്. ഈ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ചെറിയ ഒരു അപകടം പിടിച്ച മാതിരി വരും. അപ്പോൾ അതിൽ ഫീലിംഗ് ആയിപ്പോൾ അതിലൊരു മാനസികമായിട്ടൊരു തകർച്ച വരും. ഇനി എപ്പോഴും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ മുടക്കെടുക്കേണ്ട വരും, ചിലപ്പോൾ വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കേണ്ട വരും. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഏൽപ്പിക്കാറുണ്ടോ? ഇല്ല, ആരെ ഏൽപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കറക്റ്റായിട്ട് വന്ന് ചെയ്യാനും പിടിക്കാനും ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ ആരും സാധിക്കില്ല. അപ്പം അന്ന് ഇപ്പോൾ അവർ കൊണ്ട് ചോറിട്ട് ആ ചോറ് കാക്ക തിന്നണില്ല. കാരണം ഇന്നലത്തെ ചോറായിരിക്കും അത്, ചിലപ്പോൾ ചീത്തയുണ്ടാവും. അവരങ്ങനെ എന്തും തിന്നണവരല്ല. അപ്പോൾ ഞാനതിനെപ്പറ്റി വേറെ പറഞ്ഞിട്ടുണ്ട്. അതായത് കാക്കകൾ സമരം ചെയ്താൽ, സമരം നാട്ടുകാർ ജനങ്ങൾ ചെയ്യേണ്ടത്, കാക്കകൾ സമരം ചെയ്ത് ഈ കോർപ്പറേഷൻ മുഴുവൻ നാറി കിടക്കുന്നു. അവർ തോട്ടിപ്പണി ചെയ്യണവരാണ്, പക്ഷേ അവർക്കൊരു മാന്യതയുണ്ട്. നല്ല ആഹാരം വെച്ച് നല്ല രീതിയിൽ കൊടുക്കുന്നു. ആരും അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല ഇവരെയൊക്കെ, അല്ലെങ്കിൽ എല്ലാവരും ഇഗ്നോർ ചെയ്ത് വിടാനാണ് പതിവ്. അല്ലെങ്കിൽ എന്താ പറയുക, അവർ എവിടെന്നെങ്കിലുമൊക്കെ കഴിച്ചോളും, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിൽ നിന്ന് കഴിച്ചോളും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആർക്കും വേണ്ടാത്ത സാധനം, അവർ പോലും കഴിക്കാത്ത സാധനമാണ് വലിച്ചെറിയണത്. രണ്ടാമത്തെ കാര്യം, കൊല്ലത്തിലൊരിക്കലും ബലി എന്നും പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളിലുണ്ട്. ഈ ബലി കഴിക്കുമ്പോൾ ബലി കഴിക്കുമ്പോൾ അതിൻ്റേതായ ചില വസ്തുക്കൾ ഇട്ടിട്ട് അന്നേരം മാത്രം കൈകൂട്ടി സ്വീകരിക്കും VIP ആയിട്ട്. അപ്പോൾ അവർക്കൊരു സംശയം വരും, ഇതെന്താണ് ഇന്നിങ്ങനെ സ്വീകരിക്കുന്നത്, നാളെ കല്ലുകൊടുത്തെറിയുമല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതി ശരിയല്ല. കൊടുക്കണമെങ്കിൽ ഒരു പിടി ചോറ് നമ്മൾ നിത്യമായിട്ട് വീടിൻ്റെ പരിസരത്ത് എല്ലാവർക്കും കൊടുക്കാൻ ചെറുതായിട്ട്, ആരും പക്ഷിയോ ആരെങ്കിലും കഴിച്ചോട്ടെ, ഉറുമ്പ ആരെങ്കിലും കഴിച്ചോട്ടെ, അത് നല്ലൊരു രീതിയായിരിക്കും അത് ചെയ്യണത്. നമുക്ക് കിട്ടുന്നതിന് ഒരു പിടി. ഇപ്പോൾ ഈ തെരുവ് നായകളെയൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ മൈൻഡ് ചെയ്യാറില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ശല്യമായിട്ടാണ് ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അത് അത്രയും തോന്നിയിട്ടില്ല. എന്താണെന്ന് പറയാം, തെരുവ് നായകൾ തെരുവിൽ കിടന്ന് അലയണത് കുറേ പേര് അങ്ങനെ അഴിച്ചു വിട്ടിട്ടും അവർക്ക് വേണ്ടാതെ ആകുമ്പോൾ വഴിയിലിടണം. അതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഒന്നിലെ അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ എന്ന് പറയുമ്പോൾ കൊണ്ടുവന്ന് വിട്ടേണ്ടത് അത് നമ്മളെപ്പോലെയുള്ളവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഭക്ഷണം കൊടുത്ത് അവർ ഈ ഏരിയയിൽ തന്നെ കിടന്ന് കളിക്കുള്ളൂ. തെരുവിലെന്ന് പറയുമ്പോൾ ജനങ്ങൾക്കും ഉപദ്രവം ധാരാളം വന്ന സംഭവങ്ങളുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊരു വെള്ളക്കരത്ത് വന്നിട്ട് അവരെയൊക്കെ സംരക്ഷിക്കാനായിട്ട് വെളിയിലൊരു ഏരിയ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വളർത്തിക്കൊണ്ടിരുന്നതാണ് അവർ പാവം. ഞാനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ലാസ്റ്റ് അവരെ ഇവിടെ നിന്ന് ഓടിച്ച് അയൽവാസികളൊക്കെ കൂടി ഓടിച്ച് നാട് കടത്തി വിട്ട്. അപ്പോൾ അവർ ഒരു നന്മ ഉദ്ദേശിച്ചാണ് ചെയ്തിരുന്നത്. അപ്പോൾ തെരുവ് നായകൾ അങ്ങനെ വഴിയിൽ കാണുന്നതും ഓടിക്കുന്നതൊക്കെ അവർ അങ്ങനെ ജീവിക്കുന്നതും എനിക്ക് വലിയ താല്പര്യമില്ല. അത് മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്നുണ്ട്. ഒരു വേറെ ഉദ്ദേശത്തിലായിരിക്കും പട്ടികളെ കണ്ടിട്ട് കുറയ്ക്കേണ്ടത്, പക്ഷെ നാട്ടുകാർ വിഷമിച്ചു പോകും. ഇപ്പൊ ബീച്ചിന്റെ പരിസരമായതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ വരുമ്പോൾ കുപ്പിയുടെ ബോട്ടിൽ, പ്ലാസ്റ്റിക് ബോട്ടിൽസ് അല്ലെങ്കിൽ കവറുകൾ അങ്ങനെയുള്ളതൊക്കെ വലിച്ചെറിയാറുണ്ടല്ലോ. അതൊക്കെ ഈ ഇവർക്കൊക്കെ ദോഷമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അതിന് എന്തെങ്കിലും അങ്ങനെ ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ ആളുകളോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇവിടെ വരുന്ന ആൾക്കാരോട്? കുപ്പികൾ എറിയും രാത്രി, ചില്ലുകുപ്പി, അത് കാലിൽ കൊള്ളും. നമ്മൾ കണ്ടത് പെറുക്കിയെടുത്തിട്ട് കല്ലിൻ്റെ ഇടയിലിടും. ബാക്കി ആളുകളോട് നന്മ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ വിപരീതമായിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ കൂടുതൽ പറഞ്ഞാൽ താൻ തന്നെ പണി നോക്കുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നന്നാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് പൊതുവായിട്ട് സർക്കാരും കോർപ്പറേഷനും നാട്ടുകാരുടെ ക്ലബ്ബുകളും ഒക്കെ അത് പ്രവർത്തിക്കുന്നുണ്ട്, വന്ന് പിറക്കി അവർ ഒതുക്കുന്നുണ്ട്. പക്ഷേ ആളുകളെ നന്നാക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ തിരിച്ച് സംസാരം വന്ന് നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഇവിടെ ഒരു ബീച്ച് ഹെൽത്ത് ജിമ്മില്ലേ, അതിന്റെ പ്രവർത്തനം എങ്ങനെയാ? അതിനകത്തൊരു അംഗമാണല്ലോ. അതിൽ ഞാനും മെമ്പറാണ്. അപ്പോൾ അവരിൽ പ്രായം ഏറ്റവും കുറഞ്ഞ ആൾ, കൂടിയ ആൾ എന്ന് പറയുന്നത് ഞാനാണ് അവിടുത്തെ മെയിൻ ആൾ. എൻ്റെ VIP പോലെയാണ് അവർ കൊണ്ട് നടക്കുന്നത്. പക്ഷേ അവർ 1000-600 പേര് മെമ്പർമാരുണ്ട്. എപ്പോഴും എല്ലാ സമയത്തും കാണൂലെങ്കിലും